ചേച്ചി മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും നല്ല ശക്തമായ കഥാപാത്രങ്ങളായിരുന്നു എല്ലാം. കുലം എന്ന സിനിമയിലെ സുഭദ്ര എന്ന കഥാപാത്രവും ശക്തമായ ഒരു കഥാപാത്രമായിരുന്നു. ആ സിനിമയെക്കുറിച്ചും അതിൻ്റെ അനുഭവങ്ങളെക്കുറിച്ചും ഒന്ന് പറയാമോ? அது அந்த படத்தில் நான் நிறைய பேஷன்ஸ் கற்றுக்கிட்டேன். லெலின் ராஜேந்திரன் சார், மது அம்பட் சார், അതെ, இவங்கெல்லாம் ஒரு 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 பெயிண்டிங் ஆர்ட் மாதிரி ஒவ்வொரு ஃப்ரேமும். അതെ അതെ അതെ. அண்ட் ஒரு ரொம்ப டயலாக் பேசினாலும் அந்த ஃப்ரேம்லேயே, அந்த மௌனத்துலேயே, அந்த சைலண்ட்லேயே யூ கெட் த வாட் எவர் ஆடியன்ஸ்க்கு என்ன சொல்லணும்னு நினைக்கிறாங்களோ அந்த ஃப்ரேம்லேயே அது கிடச்சிரும். அந்த மாதிரி ஒரு கிரேட் எக்ஸ்பீரியன்ஸ் அந்த படத்தில். நிறைய ட்ரெஸ்ஸிங் அப், நிறைய அந்த அலங்காரம் பண்ணிக்கிறது ரொம்ப பியூட்டிஃபுல்லாக இருக்கணும் அப்படிங்கும்போது அதுக்கு நிறைய பொறுமையாக இருந்து எல்லாம் ட்ரெஸ்அப் பண்ணிக்கிறது. അതാണ് சொல்கிறேன், ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. ഈ അന്യഭാഷയെന്ന് മലയാളത്തിൽ വന്നിട്ടുള്ള വളരെയധികം നടികളുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറേ നടികളിൽ 3-4 പേരിൽ ഒരാളാണ് ഭാനുപ്രിയ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ പ്രേമരംഗങ്ങളൊക്കെ ഉള്ള സിനിമകൾ വളരെ കുറച്ച് അഭിനയിച്ചിട്ടുള്ളൂ. എനിക്കെന്തോ ഒരു ചെറിയ ഡെലിക്കസി ഉണ്ട് അങ്ങനെയുള്ള സീനുകൾ അഭിനയിക്കാൻ. ഞാൻ ഈ കൊല്ലത്തിലാണ് വളരെ ഇഴുകിച്ചേർന്ന് അഭിനയിക്കേണ്ട ഒരുപാട് സീനുകളുണ്ട്. അപ്പം എന്നെ ഈ പറഞ്ഞത് ചില പാട്ടിനിടയ്ക്കുള്ള ചില ബിറ്റുകളിലൊക്കെ ഉണ്ട് കൃത്യസമയത്ത്. അത് ഭാനുപ്രിയ ഇവിടെ ഒരു സൈഡിൽ കിടക്കുന്നു, ഞാൻ ഇപ്പുറത്തുനിന്ന് നേരെ ഇവരുടെ മേലെ വരണം, മേലെ വന്നിട്ട് ഒരു മൂവ്മെൻ്റൊക്കെ ഉണ്ട്, ഇവരുടെ ചുണ്ട് വരെ ഞാൻ എത്തുന്നുണ്ട്. ഈ കിടക്കുന്ന കട്ടിലാണെങ്കിൽ സ്പ്രിങ് കട്ടില്ല, അവിടെ കിടന്ന് ഈ കട്ടിലിങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കും. നമ്മൾ അനങ്ങിയാൽ ഈ കൈയൊക്കെ കുത്തി നിന്നാൽ കൈ ഇങ്ങനെ വിറയ്ക്കും നമ്മളെ. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരു നടൻ അഭിനയിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ നടി സഹകരിച്ചില്ലെങ്കിൽ എങ്ങനെ അഭിനയിക്കാൻ പറ്റും? അപ്പം ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാണ്. അവർ ഇല്ല, കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത നടിയാണ്. മാത്രമല്ല ഈ പറഞ്ഞില്ല അവർ മേക്കപ്പിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോൾ രാവിലെ മേക്കപ്പ് ചെയ്ത് വരുന്നു, ഇടയ്ക്ക് ടച്ചപ്പ് ചെയ്യുമല്ലോ എല്ലാം. പ്രത്യേകിച്ച് ഈ നടികൾ കൂടെ ടച്ചപ്പ് ചെയ്യും, ലിപ്സ്റ്റിക് ഇടുക, മറ്റു കാര്യങ്ങൾ. ഇവരെത്ര ടച്ചപ്പ് ചെയ്താലും ശരി, രാവിലെ എങ്ങനെയാണ് ഒരു മേക്കപ്പ് ചെയ്തത് അതേ കളർ ടോൺ ആയിരിക്കും അവസാനം വരെ, വൈകുന്നേരം വരെ. ആ ഒരു സെൻസ് ഭയങ്കരമായിട്ടുള്ള നടിയാണ്.